നമസ്കാരം. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും സൗദിയും തമ്മിൽ വിപുലമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഇന്ത്യൻ പ്രതിനിധിയുടെ സൗദി സന്ദർശനം ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കോൺസുലർ, പാസ്പോർട്ട്, വിസ, ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് സെക്രട്ടറി മുക്തേഷ് കെ പർദേശിയുടെ സന്ദർശനം ഇന്ത്യ സൗദി ബന്ധത്തിന്റെ ഇഴയെടുപ്പം ഊട്ടിയുറപ്പിച്ചു എന്ന് തന്നെ പറയാം. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ ഉപമന്ത്രി സൗദ് ബിൻ മുഹമ്മദ് അൽ സദതിയുമായി പർദേശി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന് കീഴിലുള്ള പുരോഗതിയും ഉഭയകക്ഷി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ സൗദി അറേബ്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട്. റിയാദ് സന്ദർശന വേളയിൽ മുക്തേഷ് കെ പർദേശി, വൈദ്യുതകാര്യ സഹമന്ത്രി നാസർ അൽ ഖബ്താനി, പെട്രോളിയം ഗ്യാസ് അസിസ്റ്റന്റ് മന്ത്രി മുഹമ്മദ് ഇബ്രാഹിം എന്നിവരുമായി ഊർജ്ജ മന്ത്രാലയത്തിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുനരുപയോഗ മേഖലയിലടക്കം ഊർജ്ജ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് വിവരം. ഗ്രിഡ് കണക്ടിവിറ്റി, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നിക്ഷേപം സുഗമമാക്കുന്നത് സംബന്ധിച്ച് പുരോഗമനപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി എന്നതാണ് അറിയാൻ കഴിയുന്നത്. സൗദി സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ് പ്രസിഡന്റും സിഇഒയുമായ റാദ് അൽ ബറാഖാത്തയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലുമായുള്ള ഇടപെടൽ സന്ദർശനത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു എന്നതും എടുത്തു പറയണം. ബന്ധങ്ങളുടെ സ്ഥാപനപരമായ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, സുരക്ഷ, ഊർജ്ജം, സാംസ്കാരിക വിനിമയം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രാദേശികവും അന്തർദേശീയവുമായ സാഹചര്യങ്ങളെക്കുറിച്ച് സൗദി, ഇന്ത്യ കാഴ്ചപ്പാടുകളും കൈമാറിയിട്ടുണ്ട്. ഇതും അടിവരയിട്ട് പറയേണ്ടതാണ്. ഈ സന്ദർശന വേളയിൽ സൗദി അറേബ്യയിൽ താമസിക്കുന്ന 2.4 ദശലക്ഷം ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം പർദേശി അവലോകനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ചർച്ചയിൽ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയും സഹായവും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദേശത്തുള്ള ഇന്ത്യൻ സമൂഹം വഹിക്കുന്ന പങ്കും വളരെ വലുതാണ് എന്നതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനും മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി തുടങ്ങി നിരവധി പേരുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വളരെ വിശാലമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വൈവിധ്യമാർന്ന മേഖലകളിലുടനീളം പരസ്പര സമൃദ്ധിക്കും സഹകരണത്തിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാൻ ഈ ഒരു സന്ദർശനം സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതേപോലെ തന്നെ ജിദ്ദയിലും മദീനയിലും ഹജ്ജ് 2024 ഒരുക്കങ്ങളുടെ അവലോകനവും സെക്രട്ടറി മുക്തേഷ് പർദേശി നടത്തുകയുണ്ടായി. തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും ലക്ഷ്യമിട്ടുള്ള ലോജിസ്റ്റിക് ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു അവലോകനം എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. 2024 1,75,025 ഇന്ത്യൻ തീർത്ഥാടകർ 2024 ഹജ്ജ് ക്വാർട്ടയിൽ സൗദി അറേബ്യ സന്ദർശിക്കുമെന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ഇനിയും ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഭയകക്ഷി കരാറുകളും സഹകരണവും ഒക്കെ വലിയ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകളും സഹകരണവും പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും സൗദി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റിയും തമ്മിലുള്ള സഹകരണവും സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ശ്രദ്ധേയമായ കരാറുകളിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓഫ് ഇന്ത്യയും സൗദി അറേബ്യയിലെ സലൈൽ വാട്ടർ കൺവേർഷൻ കോർപ്പറേഷനും തമ്മിൽ കരാർ ഒപ്പുവച്ചിട്ടുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രതിരോധവും ഭീകരവിരുദ്ധ സഹകരണത്തിലേക്ക് വരികയാണെങ്കിൽ പ്രതിരോധത്തിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സഹകരണം വർദ്ധിപ്പിക്കുമെന്നാണ് സൗദിയും ഇന്ത്യയും തമ്മിലും പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ വിശാലമായിട്ടുള്ളത് തന്നെയാണ് എന്നത് എടുത്തു പറയണം. എണ്ണയും വാതകവും ആ ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ ക്രൂഡ് ഓയിൽ വിതരണക്കാരനാണ് സൗദി അറേബ്യ എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ എണ്ണ വിതരണക്കാരിൽ ഇറാഖും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യ അസംസ്കൃത എണ്ണയുടെ 18% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ അതിന്റെ ഭൂരിഭാഗം ദ്രവീകൃത പെട്രോളിയം വാതകവും സൗദി അറേബ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഉഭയകക്ഷി വ്യാപാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. USA, അതേപോലെ ചൈന, UAE എന്നിവയ്ക്ക് ശേഷമാണ് വരുന്നത്. എന്തായാലും സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇനിയും കൂടുതൽ ദൃഢമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ പരസ്പര ഐക്യത്തിലൂടെയും സഹകരണത്തിലൂടെയും വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കുവാനും സാധിക്കും. ഇരു രാജ്യങ്ങൾക്കും ഈ സഹകരണം ഗുണം ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല.